ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചെറിയുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും വറ്റൽമുളകൊക്കെ ചേർത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ചൊരു പാനിലോട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം നല്ലെണ്ണ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സാധാരണ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉഴുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ബ്രൗൺ കളറിലോട്ട് എത്തുമല്ലോ, ആ ഒരു സമയം വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ട ഒന്നായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ല നമ്മുടെ സാധാരണ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പം കുഞ്ഞുള്ളി അത്യാവശ്യം നല്ല വലുതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ ചെറുതാണെങ്കിൽ ഒരു 8-9 എണ്ണം എടുത്തോളൂ കേട്ടോ. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 10-15ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. വറ്റൽമുളകൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അതുവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നല്ലപോലെ ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പൊ തന്നെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പൊ തണുത്ത് വരുന്നവരെയും നമുക്കിത് റെസ്റ്റ് ആക്കാൻ വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ദാണ്ട് തണുത്ത് വന്നപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ക്രഷ് ആക്കി എടുത്തുകൊണ്ട് വരാം. ഇതാണ് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ആ എണ്ണയിലോട്ട് തന്നെ ഒരു സവാളന്റെ ഒരു 1/4 ഭാഗം മാത്രം ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ് ചോപ്പറിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ നല്ല ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ് വേണം ചേർക്കാന്. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ആ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടും. സവാളയൊക്കെ ഒന്നായിട്ടുണ്ട് കണ്ടോ, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പൊ ആ വെന്ത് ഈ ഒരു സമയം, അതായത് വെന്ത് വരുന്ന ആ ഒരു സമയം ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ആ ഒരു ചമ്മന്തിക്ക് കൂടെ ചേർത്ത് തന്നെ അങ്ങ് ചേർത്തോളൂ കേട്ടോ. കാര്യം ആ ചമ്മന്തിക്കകത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പൊ അതാണ്ടൊന്ന് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അടപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മറ്റേ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ വറ്റൽ മുളകിന്റെ എടുക്കുന്ന സമയത്ത് കാശ്മീരി മുളകുണ്ടല്ലോ, അതെടുത്താലും മതി. ഞാനിപ്പോൾ സാധാരണ എരിവുള്ള മുളകാട്ടോ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് വലിയ കളർ തോന്നിക്കാത്തത്. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി എല്ലാം കൂടെ. അപ്പൊ ഞാൻ ഒരല്പം വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം, ഒരല്പം വെള്ളമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് കുറച്ചൊന്ന് ഇത് അല്പം ഡ്രൈ ആണെന്ന് തോന്നിയത് കൊണ്ട് ഒരല്പം ഒന്ന് ഇതായിട്ടിരിക്കാൻ, സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയായിരുന്നു. വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാല് അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, കപ്പ പുഴുക്ക്, പിന്നെ അതുപോലെ ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളി ഒരു ചമ്മന്തി, ഒരു ചട്നിയാണ് കേട്ടോ.
അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. സിമ്പിൾ പരിപാടിയാണ്. എന്താ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചുണ്ടാക്കി നല്ല കിഡിലൻ ഒരു ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പുളിപ്പും എരിവൊക്കെ ആയിട്ട് കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കി അവിടെ വെക്കാം. ഇനി വല്ല പുഴുക്കോ അല്ലെങ്കിൽ ചോറോ ഒക്കെ കൂട്ടി ചോറിനോടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിനങ്ങനെ കറി വേണമെന്നൊന്നുമില്ല. എങ്കിലും ഈ ഒരു ചട്നി സൈഡിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.